ഇവരെന്നോട് രാവിലെ എങ്ങോട്ടാ? ഞങ്ങള് നിങ്ങളെ കാണാൻ വന്നതാ. എന്ത് കാര്യത്തിന് വന്ന? പുള്ളിയുടെ മോളെ കല്യാണമാണ്, അപ്പൊ കുറച്ച് പതിമുഖ മേടിക്കാൻ വേണ്ടി വന്നതാ. ഇതെന്തോ സാധനം? സാറേ സാറിപ്പോ പറയ സാധനം പതിമുഖം ഇതാ. ഇതോ? അതെ. പ്രിയേ, ഓയ് ഇത്തിരി വെള്ളം പോയോ? പച്ചവെള്ളമല്ലേ? എന്തോന്ന്? ഇതാണ് പതിമുഖം. ഇത് പതിമുഖത്തിന്റെ മണമെന്നും പറഞ്ഞു. എന്തോന്നാണ് ഈ കാണിക്കുന്നത്? എന്തോ സാധനം? ഹലോ, ഇതുപോലുള്ള സാധനങ്ങളെ ഉണ്ടാക്കി കൊടുത്താണ് ഈ മനുഷ്യന്റെ കിഡ്നി പിണ്ണാക്കും ഒക്കെ അടിച്ചു പോകും. ഇത് പതിമുഖം. ഇത് എന്തൊരു സാധനം? ഇത് എന്തൊരു സാധനം? നിങ്ങള് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി കേട്ടാ കൊള്ളാണ്ട്. ഇത് ഇപ്പൊ കള്ളറില്ല. ഇനി ഇപ്പൊ എന്തിനാണ് ഇയാള് ചെയ്യാൻ പോണത്? ഭയങ്കര തട്ടിപ്പാ. എന്റെ ഭായി, എനിക്ക് ആശാരി പണി ഇപ്പൊ കുറവാ. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഈ പ്രായം ചെന്ന് ഞാൻ അപ്പോ ഇങ്ങനെയൊരു പദ്ധതി എനിക്കിപ്പോൾ തോന്നിച്ചതാണ്. ഞാനിത് കളർ മുക്കി, അതായത് പതിമുഖത്തിന്റെ കളർ ഇട്ട് എക്സ്ട്രാക്ട് അതിന്റെ പൊടി ഇട്ട് അത് വാങ്ങിച്ച് കലക്കി പുഴുങ്ങി ഉണങ്ങി പാക്ക് ചെയ്ത് കൊടുക്കും. ഇതാണ് നടന്നു വരുന്ന സംഭവം. പച്ചയ്ക്ക് അടിക്ക് വന്നോ? ടച്ചിങ് ഒന്നും ഇല്ലയോ? സംഭവം കാണും, എങ്ങനെ അകത്തേറി എടുക്കും. പെണ്ണുമ്പിള്ളകത്തോണ്ട് എന്തിനാ കണ്ടു നിൽക്കുന്നു സർവ്വസുഗന്ധി നാരകം. ഈ പല സാധനം വാങ്ങിച്ചോണ്ട് വെള്ളം തിളപ്പിച്ച് നാട്ടുകാരെല്ലാം ഞാൻ കുടിപ്പിച്ചേനായിരുന്നു. ഇതെന്ത് മാരക സാധനമാണ്? ഇതിലും വലിയ മാരക സാധനങ്ങളല്ലേ ഓരോരുത്തർ കലക്കി കുടിക്കുന്നേ. ഈ ബ്രാൻഡിയിലും ബിസ്ക്കറ്റൊക്കെ വരുന്നത് നല്ലതാണോ? അപ്പോൾ അതെല്ലാം മനുഷ്യൻ കുടിക്കുന്നില്ലേ? അതെല്ലാം ഓരോ സാധനങ്ങൾക്കും എല്ലാം കൃത്രിമ. ഇത് ഞാൻ നോക്കിയിട്ട് വലിയ കൃത്രിമൊന്നുമില്ല. ഈ സാധനം തടിയേതാ? ഇത് വലിയ കുഴപ്പം ചെയ്യുന്ന തടിയല്ലേ, ഇത് മഹാഗണിയാ. നമ്മുടെ നാട്ടിൻപുറത്തുള്ള തടിയല്ലേ. ഇനി അത്യാവശ്യം കിട്ടില്ല ആഞ്ഞിലേക്ക് എടുക്കും. ആ ആഞ്ഞിയുടെ കാതിലൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്, കണ്ടില്ലേ? നല്ല പതിമുഖത്തിന് എന്താ വിലയാന്നറിയാമോ? എന്റെ സാറേ, സംഭവമൊക്കെ സത്യോ? ഈ പതിമുഖം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയാം. ഞാനൊരു ആചാര്യല്ലേ, ഇതൊക്കെ അന്വേഷിക്കാതിരിക്കോ? ഒരടി സമയത്തിൽ ഒരു പതിമുഖം വളരണമെങ്കിൽ 30 വർഷം പിടിക്കും. ഈ 30 വർഷം വളർത്തിയെടുത്ത് ഇവിടെ ചിന്തയെടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഏതാന്നോ? അതുകൊണ്ടാ പകരം ഇതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം എല്ലാ കമ്പനിക്കാരും ഇതല്ലെങ്കിൽ വേറുന്നു എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇനി ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയാം. ഈ സംഭവം കഴിക്കുന്നവർക്ക് ദോഷമാണ്. കിഡ്നിയും കരളും ഒക്കെ പോവും. തന്നെയല്ല, ക്യാൻസർ പുകോടി എത്താൻ ഏറ്റവും എളുപ്പവും സംഭവം ബ്ലഡിലേക്ക് അവനെ അറ്റാക്ക് ചെയ്യും. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ സാധനം ഇവിടെ കേരളത്തിലുണ്ടോ? ആരും കൃഷി ചെയ്യുന്നോ? ഒന്നുമില്ലല്ലോ. കാട് പിടിച്ചു കിടന്നാലും കൃഷിക്കും ചെയ്യത്തുമില്ല, ഇട്ട് കൊടുക്കത്തുമില്ല. ഇത് വരുന്ന ആസാമിൽ നിന്നാണ് വരുന്നത് ഈ സാധനം. ഇതെന്തോ പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്താല്?